ഹലോ, നമുക്കിന്ന് നല്ലൊരു സോയാബീൻ മസാല ഉണ്ടാക്കാം. 100 ഗ്രാം സോയാബീന് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള വളരെ തിന്നായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനും ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓരോ 5 മിനിറ്റിലും ഇതൊന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. സോയാബീനൊക്കെ നല്ല രീതിയിൽ വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ സോയാബീനിൽ പിടിച്ചിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോയാബീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല കിടിലൻ കോംബോയാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.